നമ്മുടെ സംസാരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അർഹമല്ലാത്ത വാക്കുകൾ നമ്മൾ പറയരുത്. ചില ആളുകൾ ചിലപ്പോൾ ഇബാദത്തുകൾ ചെയ്താൽ തിന്മകൾ ചെയ്തു പോകുന്നവരെ, ഹറാമുകളിൽ വീണ് കിടക്കുന്നവരെ വളരെ പുച്ഛത്തോടു കൂടി കാണും. അവൻ നന്മകൾ ചെയ്താൽ മറ്റുള്ളവരെ കുറിച്ച് അവന്റെ മനസ്സിലുള്ള ചിന്ത വളരെ മോശമാണ്, വളരെ അധമമായ ചിന്തയാണ്. ഇവനൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമോ? ഇവനൊക്കെ ചെയ്യുന്ന തോന്നിവാസമെന്ന്, ഇവനൊക്കെ ഹൃദയത്തിൽ ഈമാനുണ്ടോ? ഇവനൊക്കെ ഇസ്ലാം എന്താണെന്ന് അറിയുമോ? അവൻ ഇബാദത്ത് ചെയ്താൽ അതോടുകൂടി ഇബാദത്ത് ചെയ്യാത്ത മറ്റുള്ളവരെ എല്ലാം അവൻ അധമന്മാരായി കണക്കാക്കും. അവൻ കാണുന്നില്ല എന്നേ ഉള്ളൂ, ചിലപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കിബ്രോടുകൂടി രാത്രി നിസ്കാരത്തിൽ സുദീർഘമായ ഖുർആൻ പാരായണവുമായി രാത്രി നിസ്കരിക്കുന്നവനേക്കാൾ അള്ളാഹുവിന്റെ അരികിൽ നല്ലവനാരാണ്? രാത്രി കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ തന്റെ തിന്മകൾ ഓർത്ത് ഭയന്നു വറച്ച് കരഞ്ഞ് കണ്ണുനീരുകൾ നിറഞ്ഞ അവസ്ഥയിൽ ഉറങ്ങിപ്പോയവനാണ് അള്ളാഹുവിന്റെ അരികിൽ ഇവനേക്കാൾ നല്ലത്. കിബ്റുള്ള രാത്രി നിസ്കാരത്തെക്കാൾ നല്ലത് വിനയമുള്ള പാപങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടുന്നവനാണ്. ഈ പറഞ്ഞതൊന്നും ഇബാദത്തുകളിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിന്റെ അടിമത്വം, അള്ളാഹുവിന് മുൻപിലുള്ള അടിമത്വം ശരിയായ രൂപത്തിൽ നിനക്ക് ലഭിക്കാനുള്ള വഴിയാണ് ഇബാദത്തുകൾ. പക്ഷേ ഇബാദത്ത് ഒരിക്കലും നിന്നെ അഹങ്കാരിയാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റജുലൻ ഖാൽ, ഒരിക്കലൊരു മനുഷ്യൻ, അയാൾ നല്ല ഇബാദത്ത് ചെയ്യുന്നയാളായിരുന്നു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നയാളാണ്. അവന്റെ പരിചയത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. ഈ കൂട്ടുകാരനെ കാണുമ്പോഴെല്ലാം അവൻ ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. രണ്ടാളുകൾ, അതിൽ ഒരാൾ ഇബാദത്ത് ചെയ്യുന്ന ആൾ, മറ്റൊരാൾ തിന്മകൾ ചെയ്യുന്നയാളാണ്. ഇബാദത്തുകൾ ചെയ്യുന്ന ഈ മനുഷ്യൻ ഈ തിന്മകൾ ചെയ്യുന്നവനെ കാണുമ്പോഴെല്ലാം പറയും, ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം, തിന്മകൾ കുറക്കണം, തിന്മ ചെയ്യരുത്, ഉപദേശിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം ഈ മനുഷ്യൻ മറ്റൊരാൾ തിന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത് കേട്ടപ്പോൾ ആ തെറ്റ് ചെയ്യുന്നയാൾ അയാൾ പറഞ്ഞു, നീ എന്നെയും അല്ലാഹുവിനെയും വെറുതെ വിട്ടേക്ക്. അവനാ പറഞ്ഞത് ശരിയായ കാര്യമല്ല. ഒരാൾ അള്ളാഹുവിന്റെ ഉപദേശിക്കുമ്പോൾ നീ നിന്റെ പണി നോക്കുക എന്ന് പറയാൻ പാടില്ല. പക്ഷെ അവനത് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു തന്നെ സത്യം, നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു നൽകുകയില്ല, അള്ളാഹു നിനക്ക് പുറത്തു തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നതാണ്, മൻ ദല്ലദീ യതഅല്ലാ അലയ്യ അല്ലാ അഗ്ഫിറ ലി ഫുലാൻ, ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് എന്റെ പേരിൽ ശപഥം ചെയ്യാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഫഇന്നി ഖദ് ഗഫർതു ലി ഫുലാൻ വഅഹ്ബത്തു അമലക്, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമലുകളെല്ലാം ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമലുകൾ ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, തിന്മ ചെയ്യുന്നവർ ഉപദേശിച്ചു കൊടുക്കുക. ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കില്ല, ഇന്ന ആൾ നരകത്തിലാണ്, ഇന്ന ആൾ സ്വർഗത്തിലാണ്, നിന്നെ ഏൽപ്പിച്ച കാര്യമല്ല, അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ യഹ്ദി മൻ യശാ വയുദില്ലു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു, ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു.